നമസ്കാരം. അക്ഷരദീപം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ യുവ കലാസാഹിത്യ പുരസ്കാരം നേടിയ ആമി രജിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്നത്. അവർക്ക് ഇര എന്ന നോവലിനാണ് ആദ്യമായി അവാർഡ് ലഭിച്ചത്. ഈ പുരസ്കാരത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ആമി രജി ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു. നമസ്കാരം. നമസ്കാരം. ഈ നോവലിൻ്റെ വിശേഷങ്ങളും ഈ നേട്ടത്തെക്കുറിച്ചൊന്ന് പറയാമോ? അക്ഷരദീപം യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയിരിക്കുന്നത് എൻ്റെ 7ാമത്തെ പുരസ്കാരമാണ്. ഈ നോവലിന് കിട്ടുന്ന എൻ്റെ ആദ്യത്തെ നോവലാണ് ഇര. 7ാമത്തെ പുരസ്കാരമാണ് ഇരയ്ക്ക് കിട്ടുന്നത്. ഇതിനു മുമ്പ് ചെറു എഴുത്തുകളായിട്ട് ഈ ഏഷ്യാനെറ്റിലും അല്ലാതെ ചെറിയ ബുക്കുകളിലെല്ലാം എഴുതിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇറങ്ങിയ പുസ്തകം ഇര എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ഒരു ചെറിയൊരു അനുഭവമാണ് ഞാനത് ഇരയായിട്ട് എഴുതിയിരിക്കുന്നത്. ഇര എന്ന പേര് തന്നെ ഒരു വ്യത്യസ്തമാണ്. ഈ ഇവാനിയ എന്നുള്ള കഥാപാത്രവും രജി എന്നുള്ള പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തിട്ടാണ് ഞാൻ അതിന് ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു കിടന്ന ഒരു അവസരം, ആ ഒരു അവസ്ഥയെ ഞാൻ എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഈ നോവലുകൾ, കഥകൾ, ചെറുകഥകൾ ഇതൊക്കെ എഴുതുന്നതിനുള്ളൊരു ശീലമുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ചില പുരസ്കാരങ്ങളോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? പഠിക്കുന്ന സമയത്ത് വായിക്കുമായിരുന്നു. പിന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ വീട്ടിൽ ഞാനടക്കം 4 മക്കളാണുള്ളത്. അപ്പോൾ ഞാൻ തികച്ചും ഒറ്റയ്ക്ക് ഒരു റൂമിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയിലാണ് വന്നത്. ആ സമയത്ത് ഡയറികളായിരുന്നു എനിക്ക് സാന്ത്വനമായിട്ടുണ്ടായിരുന്ന. രാത്രികാലങ്ങളിൽ ഡയറി എഴുതി എൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ എഴുതി വയ്ക്കും. പിന്നീട് അത് ഡയറി എഴുതുന്നത് ഡേ ടു ഡേ അപ്ഡേറ്റ്സ് അല്ലാതെ അത് ചെറിയ കവിതകളായിട്ട് എഴുതി തുടങ്ങി. പിന്നെ അത് കഥ ആയി മാറി. ഇരയ്ക്ക് കിട്ടിയ 7ാമത്തെ പുരസ്കാരമാണെന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പ് നേടിയ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന്? തെക്കൻ മീഡിയ സ്റ്റാർസിൻ്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ നാട്ടിൽ നിന്നും അല്ലാതെയായിട്ട് ചെറിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എഴുത്തിൻ്റെ വഴിയിൽ തന്നെ സഞ്ചരിക്കാനാണ് ആഗ്രഹം. നോവലാണോ അതോ ചെറുകഥകൾ അല്ലെങ്കിൽ കവിതകൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആണോ അതോ നോവൽ മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തെന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെടും. ഞാനിപ്പോൾ അടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് ഒരു നോവലാണ്. പിന്നെ ഒരു ചെറുകഥാ സമാഹാരമുണ്ട്. സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ചെറിയ കവിതകൾ എഴുതിയിടുന്നുണ്ട്. അല്ലാതെ മാഗസിനൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. 1-2 പ്രസിദ്ധീകരിച്ചു എന്നല്ലാതെ പിന്നെ വന്നിട്ടില്ല. ഇതിൽ ഈ കഥയിലും കവിതയിലും നോവലിലൊക്കെ ആരുടെയെങ്കിലും ശൈലി കടമെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലിസ്റ്റ് ആരാണെന്ന് അങ്ങനെ എന്തെങ്കിലും? ആരുടെയും ശൈലി ഞാൻ കടമെടുത്തിട്ടില്ല. മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നോവലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് മുഹമ്മദ് ബഷീറായിരുന്നു. ഇപ്പോൾ KR മീരയെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്, മാധവിക്കുട്ടി. എല്ലാവരും ഒരുപോലെ എനിക്ക് എൻ്റെ ശൈലിയിൽ ഞാൻ തുടർന്നു പോകുന്നു. അപ്പോൾ ഈ അവാർഡ് നേടിയതിനെക്കുറിച്ച് നമ്മുടെ അനന്തപുരിയുടെ മണ്ണിൽ നിന്ന് ഇങ്ങനെ ഈ അക്ഷരദീപ പുരസ്കാരം നേടിയതിനെക്കുറിച്ച് എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 13 മണിക്കൂർ യാത്ര ചെയ്ത് ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം വന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയത്. വളരെ നന്ദി. ഇനി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.